കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഹരി കൊണ്ട് ആളുകൾ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ പലയിടങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ആലുവയിൽ നിന്ന് അത്തരത്തിലൊരു ദൃശ്യം വരുന്നു. യുവാവും യുവതിയും ലഹരിയിൽ കാണിക്കുന്ന പരാക്രമമാണിത്. നടു റോഡിൽ ബഹളം വെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ആലുവ UC കോളേജിന് സമീപത്തായിരുന്നു സംഭവം. നീതി കിട്ടാണ്ട് കിടന്നേ സാറേ. ഞാൻ പോയിരുന്നു സാറേ ഇന്നലെ സ്റ്റേഷനില്. ആ പെണ്ണിന്റെ പെണ്ണ് എന്ത് ഇനി ഇത്തരം എന്റെ ഭാര്യ വിടക്കാന്ന് പറയരുത്. എന്റെ ഭാര്യ അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയായിട്ടില്ലേ. അതുകൊണ്ടാണ് അവള് വന്നിട്ടുള്ളത്. ഇനി അവള് പറയും ലോകത്തിന്റെ അധിപൻ എല്ലാം അവനായിരിക്കണം. അവന്റെ ഭാര്യ അതായത് ലോകത്തിലെ സുന്ദരി ഐശ്വര്യക്കാളും മുകളിൽ ലോകം മൊത്തം പാവങ്ങള് നീതി കിട്ടാണ്ട് കിടന്നേ സാറേ. ഞാൻ പോയിരുന്നു സാറേ ഇന്നലെ സ്റ്റേഷനില്. ആ പെണ്ണിന്റെ പെണ്ണ് എന്ത് ഇനി ഇത്തരം എന്റെ ഭാര്യ വിടക്കാന്ന് പറയരുത്. എന്റെ ഭാര്യ ആലുവ UC കോളേജിന് സമീപത്താണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. ഒരു യുവതിയും യുവാവും ചരിത്ര നാടകങ്ങളിൽ എന്ന പോലെയുള്ള ഡയലോഗൊക്കെ കേൾക്കാം. ഈ കൊട്ടാരത്തിന്റെ അധിപൻ, ബാർബഡോസിന്റെ കൊട്ടാരം ഇതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഓഡിയോയിൽ കേൾക്കാം. ലഹരി ഉപയോഗിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. കാരണം മനുഷ്യൻ അസ്വാഭാവികമായി പെരുമാറുകയും മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിശേഷി ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ഈ ലഹരി കയറുമ്പോഴാണല്ലോ. അതൊക്കെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവസാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയ്യും കാലും കെട്ടിയിടേണ്ട അവസ്ഥ വരെ വന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, കൊച്ചിയിൽ ഇതിപ്പോ സ്ഥിരം പതിവാണല്ലോ, പോലീസിന്റെ വണ്ടി നിർത്തി പോലീസിനെ ഉപദേശിക്കുന്നു. ഇത് ചരിത്ര നാടകത്തിൽ എന്ന പോലെ കൊട്ടാരത്തിന്റെ അധിപനെ കുറിച്ചൊക്കെ കഥ പറയുന്നു. ലഹരി ഉപയോഗിച്ച് മനുഷ്യൻ ഏതറ്റം വരെയൊക്കെ പോവും എന്നതിന് ഒരു തെളിവാണിത്. ഇത് എവിടെയാണ് സംഭവം? എന്താണ് സംഭവം? ആലുവ UC കോളേജിന് കഴിഞ്ഞ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു പുരുഷനും സ്ത്രീയും ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ്. മുഹമ്മദ് അസ്ലാം, അനുപമ എന്നിവർ ചേർന്നാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. നടു റോഡിലാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ നടത്തിയെന്നുള്ളതാണ്. ലഹരി കടിമയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഓപ്പറേഷൻ തൂഫാനൊക്കെ നടത്തുന്ന സമയമായതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇത് ലഹരി ഉപയോഗിക്കുന്നവർ സമൂഹത്തിന് കൂടി ശല്യമാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവരെ പിടികൂടാനും പോലീസ് ഏറെ പണിപ്പെട്ടു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ പുരുഷനെ, അതായത് മുഹമ്മദ് അസ്ലമിനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. ഇതിനെ തുടർന്ന് കയ്യും കാലും കെട്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് വരെ കൊണ്ടുവന്നത്. പോലീസ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ ഇതിന്റെ സ്രോതസ്, അതായത് ഇവർക്ക് ലഹരി കിട്ടുന്നത് എവിടെ നിന്നാണോ അതിനെതിരെ നടപടി വേണമെന്നുള്ളതാണ്. കാരണം ഈ കൊച്ചിയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് തന്നെ ലഹരി പിടികൂടുന്നുണ്ട്. പക്ഷേ അത് അവസാന കണ്ണിയിൽ നിന്നാണ് പിടികൂടുന്നത് എന്നുള്ളതാണ് വിചിത്രം. അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് പോയാൽ മാത്രമേ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള നാടകങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാനും കഴിയുകയുള്ളൂ. എന്തായാലും ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പൊതുവിടത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേസ് പോകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ലഹരി കടിമപ്പെട്ടുകൊണ്ടാണ് ഈ 2 പേർ നടു റോഡിൽ ഈ നാടകം നടത്തിയത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കരുതുന്നതിലും വലുതാണ് ലഹരിയുടെ ശൃംഖല എന്നതിൽ ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള ലഹരി വേട്ടയൊക്കെ ആരംഭിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ ലഹരിയുടെ, അരുൺ സൂചിപ്പിച്ചതുപോലെ, ലഹരിയുടെ ഏറ്റവും താഴെത്തട്ടിലല്ലാതെ ഇത് മുകളിലേക്കൊന്നും വലിയ രീതിയിൽ പോയില്ല. ഈ ശൃംഖല വളരെ സജീവമായി തന്നെയുണ്ട്. നമ്മൾ കാണുന്ന പലരും ഈ ലഹരിയുടെ അടിമകളാണ്, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നുണ്ടാകും. പക്ഷേ ഇതുപോലെ ബോധം നശിച്ച് നടു റോഡിൽ കിടന്ന് പരാക്രമം കാണിക്കുന്ന എത്ര സംഭവങ്ങളാണ്
ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത് വളരെ വളരെ സജീവമാണ്. ഓപ്പറേഷൻ തൂഫാൻ ഒരു പുതിയ തുടക്കമാണ്. അവിടെയും ശ്രദ്ധ വരേണ്ടത് ഈ ശൃംഖല തകർക്കാനാണ്. അതല്ലാതെ കൈവശം വെക്കുന്ന 1-2 പേരെ പിടിച്ച് കണ്ണിൽ പൊടിയിട്ടത് കൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ.